ഈ പ്രഗ്നൻസി സമയത്ത് റെസ്റ്റ് ആവശ്യമാണോ? ഓവർ യൂസ്ഡ് ആയിട്ടുള്ള സാധനമാണ് ഈ പ്രഗ്നൻസി സമയത്ത് റെസ്റ്റ് എന്നുള്ളത്. അത് നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, എന്ത് അസുഖം വന്നാലും റെസ്റ്റ് എടുക്കണം ഇല്ലേ? അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പ്രഗ്നൻസി നമ്മളൊരു അസുഖമായിട്ട് കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. പ്രഗ്നൻസി ഒരു അസുഖമല്ല, പ്രഗ്നൻസി ഒരു നാച്ചുറൽ ഫിനോമിനലാണ്. അപ്പൊ ഈ നാച്ചുറൽ ഫിനോമിനൻ നടക്കുമ്പോൾ നമ്മൾ അബ്നോർമൽ ആയിട്ട് റെസ്റ്റ് എടുക്കുന്നത് വഴി ഈ പ്രഗ്നൻസിനെ ബുദ്ധിമുട്ടാക്കുകയാണ്. കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് ഈ റെസ്റ്റ് എടുക്കുന്നത് വഴി. അത് ഫിസിക്കലും സൈക്കോളജിക്കലും രണ്ടുമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ചില സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട് പ്രഗ്നൻസിയിൽ റെസ്റ്റ് എടുക്കേണ്ട ഇതുവരെ. ഇപ്പോൾ BP കൂടുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും. അപ്പോൾ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് വരുന്നത് ഈ യൂട്രസിൻ്റെ താഴെയുള്ള ഭാഗം അറിയാതെ തുറന്നു പോകുന്ന ഒരു കണ്ടീഷനാണ്. അതായത് അതിനൊരു സ്ട്രെങ്ത് ഇല്ലാതെ യൂട്രസ് ഇങ്ങനെ തലതിരിഞ്ഞാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ഇല്ലാതെ തുറന്നു പോകുന്നൊരു കണ്ടീഷനാണ് ഈ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. അതിൽ എന്താ ചെയ്ത്, നേരത്തെയൊക്കെ നമ്മൾ താഴെക്കൂടെ സ്റ്റിച്ചിടും, അതിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റിച്ചിട്ട് വെച്ചിട്ട് എന്നിട്ട് പറയും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ അബോട്ട് ചെയ്ത് പോകും. അപ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 9 മാസം ഈ ലേഡി അവർ ബെഡ് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഡെലിവറി ആവാറാവുമ്പോൾ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാവും. അത് മാത്രമല്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഈ കുട്ടിക്ക് നല്ലതല്ല. ഈ 9 മാസം റെസ്റ്റ് എടുക്കുന്ന ഒരു മദറിൻ്റെ മുമ്പിൽ വളരുന്ന കുട്ടി, അത് കുട്ടിക്കും അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല.